ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ട് എന്ന സീരീസിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് ഉണ്ടെങ്കിൽ എട്ടും പിന്നെ തണ്ടും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഇടയിലാണ് ആരൊക്കെയോ അങ്ങോട്ടേക്ക് പൂത്തിരി പോലത്തെ സംഭവങ്ങളൊക്കെ എറിയുകയും ആൾക്കാർ പേടിച്ച് ഓടുകയും ചെയ്തത്. ആ ടൈമിന് തന്നെ കീൻ വന്നിട്ട് എട്ടിൻ്റെ തലക്കടിച്ച് അവനെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ എട്ടിപ്പോൾ അവിടെ തന്നെ ബോധമില്ലാതെ കിടക്കുകയാണ്. അവന് ബോധം വരുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരാൾ പോലും അവിടെ ഇല്ല. അവന് മനസ്സിലാവുന്നുണ്ട് എസ്കേപ്പ് ആവാനായിട്ട് ഇവരൊക്കെ തന്നെ ചെയ്ത പരിപാടിയാണെന്ന്. അതുകൊണ്ട് തന്നെ തണ്ണെന്ന് അവൻ അവിടെ നിന്ന് അലറി വിളിക്കുന്നുണ്ട്. ആ സമയമാണ് 10 മിനിറ്റ് മുമ്പ് ടൈഫൂണാണെങ്കിൽ ഇവർ ചെയ്യാൻ പോകുന്ന പ്ലാൻ എന്താണെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതേ നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്ലാൻ അനുസരിച്ചായിരുന്നു അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഡാർവിനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ടേക്ക് പൂത്തിരി പോലത്തെ സംഭവങ്ങൾ എറിഞ്ഞതും ആൾക്കാരുടെ അടുത്ത് ഓടി രക്ഷപ്പെട്ടോ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അതേസമയത്ത് ടൈഫൂണാണെങ്കിൽ അവിടുത്തെ പവർ ഓഫ് ചെയ്യാനായിട്ടും പോയിട്ടുണ്ടായിരുന്നു. അവൻ അതും ചെയ്തായിരുന്നു. മായും ബോങ്കിയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് അവിടെ നിന്ന് 2 ഗാർഡ്സിനെയും അടിച്ചിട്ട് അതിൽ ഒരു ഗാർഡ് വെച്ചിരുന്ന ബ്ലൂടൂത്ത് ഇയർഫോൺ എടുത്തിട്ട് മറ്റ് ഗാർഡ്സിൻ്റെ അടുത്ത് ഇങ്ങി വാ അവരുണ്ടെന്നും പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്ട്രാക്ട് ചെയ്ത് മറ്റൊന്നുമല്ല, അവർ നിന്നത് ഇതിൻ്റെ മെയിൻ ഡോറിൻ്റെ സ്ഥലത്തായിരുന്നു. സോ അവർ മാറിക്കഴിഞ്ഞതും നമ്മുടെ ഡാർവിനും പെച്ചും 8ഉം കൂടെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് ആ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ ടൈമിന് എന്താ നടക്കുന്നതെന്ന് പുവിഷിന് മനസ്സിലാവുന്നില്ല. പഗോണാണ് ഈ പ്ലാൻ ഇട്ടത് എന്ന് പുവിഷ് മനസ്സിലാക്കാതിരിക്കാനായിട്ട് പുവിഷിനെ മുന്നിൽ വെച്ച് പഗോൺസ് ഗാർഡ്സിനെയും കൊണ്ട് വാ നമുക്ക് പോയി അവരെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നീങ്ങി പോകുന്നുണ്ട്. അതേസമയം തന്നെ കീനാണെങ്കിൽ തണ്ണിനെയും കൊണ്ട് പോകുമ്പോൾ തണ്ണിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ എങ്ങനെയൊക്കെ എസ്കേപ്പ് ആവാൻ നോക്കുമ്പോഴാണ് എട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ തണ്ണും എട്ടും തമ്മിൽ നല്ലൊരു ഫൈറ്റ് തന്നെ നടക്കുന്നുണ്ട്. തണ്ണിനെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഓൾറെഡി അവനാണെങ്കിൽ ഭയങ്കര ടയേർഡായതുകൊണ്ട് തന്നെ ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവൻ താഴേക്ക് വീഴുന്നുണ്ട്. എട്ടാ ടൈമിന് നീ കാരണമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്. പഗോണിന് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ. പഗോൺ ഇത് ചെയ്തതെല്ലാം നിനക്കൊരാൾക്ക് വേണ്ടിയിട്ടാണ്. അത് കാരണം അനുഭവിച്ചത് മൊത്തം ഞാനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവൻ എന്താണ് അങ്ങനെ പറയുന്നത്, എന്താണ് ഇതിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്നൊന്നും തണ്ണിന് അപ്പം മനസ്സിലാകുന്നില്ല. അതേ ടൈമിന് തന്നെ നമ്മുടെ തണ്ണിന് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് എട്ട് നേരെ കീനിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഡാർലിംഗ് എന്നൊക്കെ വിളിച്ചിട്ട് അവനെ തൊടാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് തണ്ണ് എഴുന്നേറ്റ് വന്നിട്ട് കീനിനെ തൊടാനായിട്ട് ഞാൻ അതിനെ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഡാർവിനെയും 8നെയും പെച്ചിനെയും കാണിക്കുമ്പോൾ അവർക്ക് അവിടെ മെയിൻ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇവരുടെ കയ്യിൽ താക്കോലില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ തുറക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മായും ബോങ്ങിയും കൂടെ വരുന്നുണ്ട്. അവരും എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും ഗാർഡ്സ് വരുന്നതിന് മുമ്പേ അവർക്ക് എസ്കേപ്പ് ആവണം. കീനും തണ്ണും ആ നേരം അവിടെ എത്തുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മായ്ക്കൊരു ഐഡിയ കിട്ടുന്നത്. ബോങ്കിയുടെ കയ്യിൽ ഒരു ഹെയർ പിൻ ഉണ്ടായിരുന്നു. അത് അവളുടെ നിന്ന് വാങ്ങിച്ചിട്ട് അവൻ അത് ഉപയോഗിച്ച് ആ ഡോർ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ഡോർ ഓപ്പൺ ആക്കി ഇറങ്ങി തുടങ്ങുന്നതും ഗാർഡ്സ് വരുന്നുണ്ട്. എന്നാൽ എങ്ങനെയും എസ്കേപ്പ് ആവണമെന്ന് കരുതിയിട്ട് പെച്ച് ഇറങ്ങുന്ന മറ്റേ എല്ലാവരും ഇറക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഗാർഡ്സ് പുറകെ പോകും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പെച്ച് അതിൻ്റെ അകത്ത് നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പുറത്താക്കുകയാണ്. എന്നിട്ട് പെച്ച് ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട്. പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ബാക്കിയുള്ളവർ മനസ്സിലാക്കുന്നത് പെച്ചാണെങ്കിൽ അകത്ത് പെട്ടുന്ന്. ഡാർവിന് തൻ്റെ അച്ഛനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അച്ഛാന്ന് കിടന്ന് അവൻ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പോയേ പറ്റുള്ളൂ എന്ന് ബാക്കിയുള്ളവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ ഡാർവിനെ വലിച്ചെടുത്തുകൊണ്ട് അവരും പോകുന്നുണ്ട്. അവരെ വണ്ടി എടുത്ത് പോയി കഴിയുമ്പോഴാണ് ഗാർഡ്സിൽ ഒരാൾ പുറത്തിറങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ ആ നേരം കൊണ്ട് അവരെ പോയതുകൊണ്ട് തന്നെ അവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പെച്ചിനെ ഇപ്പോൾ തന്നെ കൊല്ലാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നേരെ ഇവർ രണ്ടുപേരും തോക്ക് ചൂണ്ടുവാണ്. ആ സമയം ടൈഫൂൺ അങ്ങോട്ടേക്ക് വന്നിട്ട് ടൈഫൂൺ ഇപ്പോഴും അവരുടെ കൂടെയുള്ള ആളാണെന്നുള്ള രീതിയിൽ നിന്നിട്ട് ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ കാറിൽ എല്ലാവരും ഇരുന്ന് പോകുന്നതാണ്. എല്ലാവരും ഭയങ്കര സൈലൻ്റ് ആണ്. പെച്ച് അവിടെ പെട്ടുപോയതിൽ എല്ലാവർക്കും സങ്കടമുണ്ട്. അതേ ടൈമിന് ഡാർവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 8 അവനെ സമാധാനിപ്പിക്കുകയും ചെയ്യാണ്. ഇവർ നേരെ പോയത് തണ്ണിൻ്റെ വീട്ടിലേക്കാണ്. തണ്ണ് അവൻ്റെ അമ്മയുമായിട്ട് പ്രശ്നത്തിലാണ്. തണ്ണ് അവൻ്റെ വീട്ടിൽ പോയിട്ട് തന്നെ വർഷങ്ങളായി. നമ്മൾ സെക്കൻഡ് എപ്പിസോഡിലും ഫസ്റ്റ് എപ്പിസോഡിലും എന്തോ ആണ് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ വന്നാൽ ഓക്കെ ആയിരിക്കുമോ എന്ന് നമ്മുടെ കീനൊക്കെ ചോദിക്കുന്നുണ്ട്. തണ്ണപ്പോൾ നിങ്ങൾ വാദം പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ടൈമിൽ തണ്ണിൻ്റെ അമ്മ വന്നിട്ട് എല്ലാവരും നല്ല കോലത്തിലാണല്ലോ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവരുടെ ദേഹത്തും മുറിവും ഒക്കെ വെച്ചിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. എന്തായാലും അമ്മയാണെങ്കിൽ ശരി ആദ്യം എല്ലാവരും പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. തണ്ണും കീനും ഒരുമിച്ചാണ് കുളിക്കാനായിട്ട് കയറുന്നത്. തണ്ണിൻ്റെ ദേഹത്തുള്ള മുറിവൊക്കെ കാണുമ്പോൾ കീനിന് വിഷമാവുന്നുണ്ട്. എന്നാൽ താൻ ഓക്കെ ആണെന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് കുളിക്കുന്നുണ്ട്. ആ ടൈമിൽ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഡാർവിനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ഒരിടത്ത്. മേ ബി പെച്ചിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായിട്ട് തന്നെയായിരിക്കും. ആ ടൈമിന് 8 അവൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ആ സമയം ഡാർവിനാണെങ്കിൽ എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛൻ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. എന്നാൽ അച്ഛന് ഒരു അഭിമാനമായിട്ടുള്ള മകനായി മാറാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനിരുന്ന് കരയാനായിട്ട് തുടങ്ങുകയാണ്. ഡാർവിൻ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ ടൈമിന് ഡാർവിൻ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, പഗോണും ടൈഫൂണും അവിടെ തന്നെ ഉണ്ടല്ലോ, നീ അവരെ വിശ്വസിക്കും
വിശ്വസിക്കുക, അവരെന്തായാലും പെച്ചിനെയും സഹായിക്കുമെന്ന്. അടുത്ത് കീനെയും തണ്ണിനെയും കാണിക്കുമ്പോൾ രണ്ടുപേരെയും കുളിച്ചിട്ട് ഇറങ്ങുന്ന ടൈമിന് റൂമിൽ തണ്ണിൻ്റെ കുറേ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം തന്നെ കീനെടുത്ത് നോക്കിയിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. തണ്ണാദ്യം അതൊന്നും നോക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കാരണം തണ്ണ് പറയുന്നുണ്ട് തന്നെ കാണാൻ ഭംഗിയില്ല എന്നൊക്കെ. വീണ്ടും അടുത്ത് ഡാർവിനെയും മീറ്റിനെയും കാണിക്കുമ്പോൾ ഡാർവിൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിന് തന്നെയാണ് അങ്ങോട്ടേക്ക് ബോങ്കി വന്നിട്ട് എയ്റ്റിന് ഫോൺ കൊടുക്കുന്നത്. നോക്കുമ്പോൾ അവൻ്റെ അനിയത്തി വീഡിയോ കോളിലുണ്ടായിരുന്നു. അവൻ്റെ അനിയത്തിനെ കാണുമ്പോഴത്തേക്കും അവൻ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട്. നേരത്തെ ടൈഫൂൺ ആണെങ്കിൽ അവൻ്റെ അനിയത്തി സേഫ് ആണെന്ന് പറഞ്ഞെങ്കിലും ഇവനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു തൻ്റെ അനിയത്തി എവിടെയാണെന്ന്. നോക്കുമ്പോൾ അവൻ്റെ അനിയത്തി ക്ലാവോയുടെ കൂടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ക്ലാവോ ഇവർ ഈ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ കീൻ പറഞ്ഞിട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കീനിനെ കാണാതെ അവൾ പോകാനായി നിൽക്കുമ്പോഴാണ് അവൾക്കൊരു കോള് വന്നതും. അത് വിളിച്ചത് മറ്റാരുമല്ല, നമ്മുടെ തണ്ണ് തന്നെയായിരുന്നു. ആ സമയം അവളുടെ അടുത്തേക്ക് തണ്ണും പകോണും വരുന്നുണ്ട്. തണ്ണും പകോണും ഇതുപോലെ അവൻ്റെ അനിയത്തിനെ പോയി ഒന്ന് നീ പിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം ഇവളടുത്ത് തുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾക്കും സിറ്റുവേഷൻ മനസ്സിലായിട്ട് നേരെ അവൾ ടൈഫൂണിൻ്റെ അനിയത്തിനെ അവളുടെ കൂടെ കൊണ്ടുപോകാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ അനിയത്തിയും ഇവ സേഫായിട്ടിരിക്കുന്നത്. എന്തായാലും അനിയത്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അനിയത്തിയുടെ അടുത്ത് മെഡിസിനൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബോങ്കിക്ക് ക്ലാവോയിന് ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബോങ്കി പറയുന്നുണ്ട് എനിക്കൊന്ന് ക്ലാവോയോട് സംസാരിക്കാൻ പോലും പറ്റിയില്ല, അതിന് വേണ്ടി കോള് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ടൈം ഈ തണ്ണിനോട് ഇരിക്കുന്ന സമയത്ത് തണ്ണിനോട് പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ പകോണാണെങ്കിൽ ഇങ്ങനൊരു ഹെൽപ്പൊക്കെ ചെയ്ത് പ്ലാൻ ഇട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ശരിക്കും കുടുങ്ങിപ്പോയേനെ. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും പെച്ചിനെയും അവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഞാനൊരു ബോക്സർ ആയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എൻ്റെ അമ്മ മുമ്പേ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഞാൻ ബോക്സിങ് ചെയ്യരുതെന്ന്. എന്നാൽ അന്ന് എൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ബോക്സിങ് ചെയ്തു. ഞാനിപ്പോൾ ഒരു ബോക്സർ ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായതെന്ന് പറയുമ്പോൾ കീന് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണിൻ്റെ അമ്മ വന്നിട്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് തണ്ണിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യരുതെന്ന് പറയുമ്പോൾ നീ വിചാരിക്കും ഞാനാണെങ്കിൽ എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഓരോന്നിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. സ്വന്തം മകനാണെങ്കിൽ ബോക്സിങ് ചെയ്ത് പരിക്കൊക്കെ പറ്റുന്നത് ഒരു അമ്മയ്ക്കും കണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ബോക്സിങ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും തണ്ണ് പറയുന്നുണ്ട് അച്ഛനും ഒരു ബോക്സറല്ലേ, അമ്മയ്ക്ക് ബോക്സിങ് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാണ് അച്ഛനെ കല്യാണം കഴിച്ചതെന്ന്. ആ സമയം അമ്മ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും ഞാനും സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലീസ് ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ച് തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം അവർ സമ്മതിച്ച് തന്നെ. കല്യാണം കഴിയുമ്പോഴത്തേക്കും ബോക്സിങ് നിർത്താൻ നിൻ്റെ അച്ഛൻ എനിക്ക് വാക്ക് തന്നതാണ്. എന്നാൽ പിന്നീട് നിൻ്റെ അച്ഛൻ നിന്നെ ഇട്ടിട്ട് പോയി കളഞ്ഞു. എന്തായാലും നീ അതൊക്കെ വിട്, ഇപ്പം നമുക്ക് പോയി ഫുഡ് റെഡിയാക്കാം, അന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ടാണ് അമ്മ അടുക്കളയിലോട്ട് പോകുന്നത്. അവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ആ സമയം അമ്മ ചോദിക്കുന്നുണ്ട് നീയും കീനും തമ്മിൽ റിലേഷൻഷിപ്പിലായിട്ട് എത്ര കാലമായെന്ന്. ആ സമയം തന്നെ കുറച്ച് നാളായതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മായാണെങ്കിൽ അപ്പം നിങ്ങൾ ഒഫീഷ്യലി റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ബോങ്കിയൊക്കെ അത് നിനക്ക് ഇപ്പോഴാണ് അറിയാന്നുള്ളത്, നമുക്കെല്ലാവർക്കും നേരത്തെ അറിയാമല്ലോ എന്ന് പറയുമ്പോൾ മായാണെങ്കിൽ നിങ്ങളെന്താ ഇത് എന്നോട് പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം തന്നെ തണ്ണിൻ്റെ അമ്മ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിന് ഫുഡ് എടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രമൊന്നും നിങ്ങൾ കഴുകണ്ട, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മ അകത്തേക്ക് കയറി പോവാണ്. അയ്യപ്പോൾ വീണ്ടും കീനിനോട് ചോദിക്കുകയാണ് പറ നിങ്ങൾ എന്താ നിങ്ങൾ ഡേറ്റ് ചെയ്യുന്ന കാര്യം എന്നോട് നേരത്തെ തുറന്ന് പറയാത്തേന്ന്. ബോങ്കിയപ്പോൾ എയ്റ്റിനും ഡാർവിനും എന്തായാലും അത് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം രണ്ടും കൂടെ ആയിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് ഓപ്പണായിട്ടല്ലേ ഫ്ലേർട്ട് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡാർവിനായിട്ട് ഒരുമാതിരി ആവുന്നുണ്ട്. കാരണം അത് രണ്ടും തമ്മിൽ ബന്ധമുള്ളതായിട്ട് പോലും രണ്ടുപേരും തുറന്ന് പറയുന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ബോങ്കി സത്യം വിളിച്ച് പറയുമ്പോൾ രണ്ടും ടെൻഷനാവുന്നുണ്ട്. ഇറ്റാണെങ്കിൽ ഒരു സ്പൂൺ ഫുഡ് എടുത്ത് അവളെ വായിക്കകത്ത് വെച്ച് കൊടുത്തിട്ട് നീ കഴിക്കുന്നതിനൊക്കെ അതിന് ആരോഗ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ സംസാരിക്കാതെ അവിടെ തടയുന്നുണ്ട്. അതേ ടൈമിനാണ് കീനൊരു കോൾ വരുന്നത്. നോക്കുമ്പോൾ പുവിഷായിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തിട്ട് അത് സ്പീക്കറിൽ വെക്കുകയാണ്. ആ ടൈമിന് പുവിഷാണെങ്കിൽ ഇപ്പോൾ പെച്ച് എൻ്റെ കൂടെയാണ് ഉള്ളത്, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പാവം പെച്ച് മാത്രം ഇവിടെ കുടുങ്ങിപ്പോയി നിങ്ങൾ രക്ഷപ്പെട്ടപ്പോൾ. എന്തായാലും രക്ഷപ്പെടാൻ നിങ്ങളുടെ പ്ലാനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ വിളിച്ചത് നീയാണെങ്കിൽ മര്യാദയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ക്രിപ്റ്റോ ഇടാൻ ആ ഒരു കോഡ് എനിക്ക് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ പെച്ചിനെ ഞാൻ കൊല്ലൂന്ന് തന്നെ പറയുന്നുണ്ട്. കീന ടൈമിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ അയാളാണെങ്കിൽ വിശ്വസിക്കുന്നില്ല ഫസ്റ്റ്. കാരണം കീനിൻ്റെ അങ്ങനെ ഒരു കോഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ നീ എന്താ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ അത് വിശ്വസിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് തിരിച്ച് പോവിച്ച് ചോദിക്കുന്നുണ്ട്. കീന ടൈമിന് നേരത്തെ ആ ഒരു കോഡ് എൻ്റെ ഉണ്ടായിരുന്നില്ല, എന്നാൽ ഇപ്പം അതിൻ്റെ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോഴും പോവിച്ച് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കീന് അത് 24 ഇംഗ്ലീഷ് ലെറ്റേഴ്സിലുള്ളതാണ് എന്നിങ്ങനെ പറയുകയും ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് പൂവിഷ്ണു ശരിക്കും അവൻ്റെ ആ കോഡ് ഉണ്ട് എന്ന് മനസ്സിലായിട്ട് ഓക്കെ നീ അത് എപ്പോൾ തരും, എവിടെ വെച്ച് മീറ്റ് ചെയ്യാം എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഏതെങ്കിലും തിരക്കുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പൂവിഷാണെങ്കിൽ ഓക്കെ ഫ്രൈഡേ ഒരു ബോക്സിംഗ് മാച്ച് നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ഡാർവിനാണെങ്കിൽ നിൻ്റെ കയ്യിൽ ശരിക്കും ആ കോഡ് ഉണ്ടോ, എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കീനാണെങ്കിൽ എൻ്റെ ആ കോഡ് ഇല്ലെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഡാർവിൻ പിന്നെ നീ എന്ത് കണ്ടിട്ടോ ഓക്കെ എന്ന് പറഞ്ഞത്, അയാൾ എൻ്റെ അച്ഛനെ കൊന്ന എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഇവനെ
ദേഷ്യപ്പെടുമ്പോഴത്തേക്കും കണ്ണ് പറയുന്നുണ്ട് ആകെ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതേസമയത്ത് എന്താണ് ഈ കോഡ്, എന്തിനാണ് ഈ കോഡിനെ പറ്റി ഇയാളിങ്ങനെ ചോദിക്കുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നുണ്ട് എന്താ സംഭവമെന്ന്. അങ്ങനെ കീനാണെങ്കിൽ തുറന്ന് പറയുന്നുണ്ട് തൻ്റെ അച്ഛനാണെങ്കിൽ ഇതേപോലെ പുവിഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. ആ സമയം അതും കൂടെ കേട്ടിട്ട് ഡാർവിൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അപ്പം നീയൊക്കെ കാരണമാണല്ലേ ഞങ്ങൾ ഇത്ര അനുഭവിക്കേണ്ടി വന്നേന്ന്. ആ സമയം എയ്റ്റാണെങ്കിൽ ഡാർവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഡാർവിൻ ദേഷ്യത്തിൽ നടന്നു പോകുമ്പോൾ എയ്റ്റ് കൂടെ പോകുന്നുണ്ട്. അതേസമയത്ത് തന്നെ മായയും ബോങ്കിയും പറയുന്നുണ്ട് നിൻ്റെ അച്ഛൻ ആ കോഡ് എവിടെയായിരിക്കും വച്ചേക്കുന്നത്, നീ എന്തെങ്കിലും ക്ലൂ തന്നു കഴിഞ്ഞാൽ ഞങ്ങളും അത് കണ്ടുപിടിക്കാനായിട്ട് നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ആ സമയം കീന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കീനാണെങ്കിൽ പുറത്ത് പോയിരുന്നിട്ട് കരയുവാണ്. ആ സമയം അവൻ്റെ അടുത്തേക്ക് തണ്ണ് വരുന്നുണ്ട്. കീന് കരയുന്ന കണ്ടിട്ട് തണ്ണാണെങ്കിൽ പോയിട്ട് ഒരു കമ്പിത്തിരി കത്തിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുഞ്ഞായിരുന്നിട്ട് കരയുന്ന ടൈമിന് എന്നെ സമാധാനിപ്പിക്കാനായിട്ട് അമ്മ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ കത്തുന്ന കാണുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ആ ഒരു സങ്കടമൊക്കെ മാറിയിട്ട് എൻ്റെ ശ്രദ്ധ ഇതിലോട്ടാകുമായിരുന്നു. അപ്പം നീ ഓക്കെ ആയാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആട്ടെ എന്നെ കീൻ താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ നീ ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എന്നാൽ നീ വിഷമിക്കേണ്ട, നിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കീനിനെ വിളിച്ചുകൊണ്ട് അവനാണെങ്കിൽ ഇരുട്ടത്തൂടെ അവിടെ സൈഡിലുള്ളൊരു വഴി കൂടെ കൊണ്ടുപോവാണ്. നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ വീടുണ്ടായിരുന്നു, അത് ഇവരുടെ തന്നെയാണ്. അവിടെ തന്നെ കുറേ കരിക്കും ഇരിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് തന്നാണെങ്കിൽ കീനിന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ ആ വീടിൻ്റെ അകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഒരു ബെഡൊക്കെ ഉണ്ടായിരുന്നു. സോ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. മഴ പെയ്യാനും തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരു മെഴുതിരിയും കത്തിച്ചിട്ട് രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് കീന് ചോദിക്കുന്നുണ്ട് അല്ല ഇവിടെ ബെഡൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ കിട്ടേക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തണ്ണ് പറയുന്നുണ്ട് അത് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് അമ്മയും പപ്പയും തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഞാനാണെങ്കിൽ പതുക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ ആയിരുന്നു രാത്രി സമയത്ത് കിടക്കാറുണ്ടായിരുന്നത്, അപ്പോൾ ഇതെൻ്റെ സേഫ് സോൺ ആണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. കീനപ്പോൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കരിക്കൊക്കെ കുടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതിയെ രണ്ടുപേരും കിസ് ചെയ്തിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ഒരുമിച്ച് ബെഡിൽ കിടക്കുന്ന ടൈമിലാണ് കീനിന് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ അച്ഛനാണെങ്കിൽ എന്ത് പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് മനസ്സ് തുറന്ന് ആലോചിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞായിരിക്കും ഓർമ്മ വരുന്നത്. അതിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും ആ കോഡ് എവിടെയായിരിക്കും ഉണ്ടാവുക എന്നൊരു ചിന്ത അവന് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തണ്ണിനെ ഉറക്കം എഴുന്നേപ്പിച്ചിട്ട് താൻ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് ബൈ.